ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ കിടക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഏട്ടൻ കൊണ്ടു തന്നിട്ടുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് ആണ്. അത് പൈൻ ട്രീൻ്റെ കോൺ ഉണ്ടല്ലോ, ആ കോണ്, പിന്നെ കുറേ ലീവ്സ്, പിന്നെ കുറച്ച് ഗോൾഡൻ കളറുള്ള ഡെക്കോർ ഐറ്റംസ് എല്ലാം കൊണ്ടു തന്നിട്ടുണ്ട് ഗൈസ്. സോ അതൊക്കെ വെച്ചിട്ട് നമ്മളെ വീടിനകത്ത് ചെറിയൊരു പോർഷൻ നമ്മളിന്ന് ഡെക്കോർ ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ഇടാം കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയ നമുക്ക് കഴിഞ്ഞ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. സോ ഗായ്സ്, നമുക്ക് ആദ്യം തന്നെ കുറച്ച് ലീവ്സ് ഉണ്ട് ഇതുപോലെ. ലീവ്സ്, ആ ലീവ്സ് കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ പൈൻ്റെ കുറേ കോൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതുപോലത്തെ കുറേ കോൺസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ കോൺ ഉണ്ടല്ലോ, നമ്മുടെ പൈൻ ട്രീയുടെ കോണ്, അത് കുറേ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യണം. പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഗ്രാസ്, ഈ പച്ചപ്പുല്ലും പിന്നെ കുറച്ച് പുല്ലല്ല ചെടിയുടെ കുറച്ച് ഇല ഇട്ടിട്ടുണ്ട്, അതും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ഡെക്കോറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഡെക്കോറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഗൈസ്. സോ കാശിക്കുട്ടനവിടെ ഹായ് കാണണേ. കാച്ചിക്കുട്ട ഹായ് പറഞ്ഞേ. കാച്ചിക്കുട്ടിന് കത്രി വെച്ച് മുറിക്കില്ല കേട്ടോ. കാച്ചിക്കുട്ടി കത്രി കിട്ടിയാൽ പിന്നെ കത്രി കിട്ടിയാൽ പിന്നെ അവന് കണ്ടേക്ക് മുറിക്കണം. സോ ഗൈസ്, നമ്മൾ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഇച്ചിരി കുറവാണ് ഗൈസ്, ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ഈ ഒരു വോളുണ്ടല്ലോ, ഈ വുഡിൻ്റെ കളർ കാണുന്ന അതൊരു MDFിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പാർട്ടിഷൻ ചെയ്തേക്കുന്ന ഭാഗമാണ്. അപ്പുറത്തൊരു വേറെ വീടുണ്ട്. സോ ആ ഒരു ഭാഗത്ത് അപ്പുറത്തെ ടുണ്ടുവിൻ്റെ വീടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ഡെക്കോറേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ഗ്രാസാണ് യൂസ് ചെയ്യുന്നത്. കാശുകൂടെ മുറിക്കില്ലേ, ബൾബ് മുറിക്കില്ലേ, കാശുകൂടെ ലൈറ്റ് കത്തിച്ചിട്ട് മുറിക്കാൻ നോക്കണേ. മുറിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ പോകും കേട്ടോ. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമുക്ക് ചെയ്യാം. കിട്ടിയ പച്ച പുല്ലൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണമെങ്കിൽ എന്തായാലും ഞാൻ കസരയുടെ മുകളിൽ എന്തെങ്കിലും ചൂണ്ട മുകളിൽ കയറിക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് മണ്ടത്തരം ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കയർ യൂസ് ചെയ്തിട്ട്, അതായത് കയറെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ത്രെഡ് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രെഡ്, ആ ത്രെഡ് യൂസ് ചെയ്തിട്ട് മുകളിൽ രണ്ട് സൈഡിലും പിടിപ്പിച്ചിട്ട് അതുമ്മേ നമ്മുടെ ഈ ഒരു പച്ച കളറിലെ ഇലയുണ്ടല്ലോ, ശരിക്കും ഇത് പച്ച അല്ല കേട്ടോ. അപ്പോൾ എനിക്കിത് തൂക്കണേക്കുമ്പോൾ ഇത് പെയിൻ്റ് അടിക്കണം എന്നുള്ള ഒരു ബോധം വന്നിട്ടുണ്ടായില്ല. പിന്നെ കാശിക്കൊണ്ട് വിട്ടത് ഇതാണ് ആദ്യം എടുത്തൊരു കയർ കേട്ടോ. ഇതൊരു കേബിളിൻ്റെ എന്തോ സാധനമാണ് കേട്ടോ. ഏട്ടനെ എന്തോ കൊണ്ടുവന്നിട്ടേക്കുന്നതാണ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു തുറന്നു എടുത്തോട്ടേന്ന്. അങ്ങനെ ഇതിനകത്തുനിന്ന് ഒരു പീസ് ഞാൻ ഇളക്കി പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഓരോ വശം ഒരറ്റത്തും ഒരു വശം അപ്പുറത്തും വച്ചത്ത് ഒട്ടിച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വെക്കാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ കയറിന് കുറച്ച് കട്ടി കൂടുതലാണ്. പിന്നെ ഞാൻ ഈ ഒരു ത്രെഡ് എടുത്തിട്ടോ, നമ്മുടെ ഡ്രീം ക്യാച്ചറൊക്കെ തുന്നണ ഒരു ഫ്ലൂറൻസെൻ്റ് കളർ കേട്ടോ, അത് ഒരെണ്ണം കൊടുത്തേ. എന്നിട്ട് ഞാൻ പശയൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടോ. അതായത് ഇത് കണ്ടോ, കാച്ചിക്കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഡബിൾ ടേപ്പാണത്, കട്ടി കറണ്ടുള്ള ഡബിൾ ടേപ്പാണ്. അതിങ്ങനെ നിറച്ചൊട്ടിച്ച് വെച്ചേ. അപ്പോൾ ഞാൻ മുകളിൽ കയറി നിൽക്കുമ്പോൾ കാച്ചിക്കൊണ്ട് എനിക്ക് കൊണ്ടുതരാൻ എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് വെച്ചേട്ടോ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാച്ചിക്കൊണ്ട് എനിക്ക് ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് കൊണ്ടുതരാമല്ലോ. അവനവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 2 3 പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത മണ്ടത്തരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ ആണിയോ അല്ലെങ്കിൽ ചുറ്റികയോ ഒന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാനത് ആദ്യം ചെയ്യുമായിരുന്നു. പക്ഷേ എങ്കിൽ അതൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു എനിക്ക് അപ്പം തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അത് സെറ്റാവില്ല എന്ന് അറിഞ്ഞാലും ഞാൻ ചെയ്ത് നോക്കും. എന്നിട്ട് പിന്നെ വീണ്ടും ഇരട്ടിപ്പണി ചെയ്യുന്ന പണി എനിക്കുണ്ട്. അപ്പോൾ ശീലമായിപ്പോയി, അതെന്താ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഈ പശ വെച്ചിട്ട് ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഓരോരോ നൂലുകൾ ഇതുപോലെ ചേർത്തിട്ട് ആ പശ വെച്ച് ഒട്ടിക്കാണ്ട. ശരിക്കും ഇച്ചിരി ബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കാമെന്ന് ഏട്ടൻ എന്നോട് ഇടയ്ക്ക് പറയും കേട്ടോ. ആക്ച്വലി ശരിയാണ്. ഇത്രയും വലിയ കട്ടിയുള്ള ചെടി ഈ നൂലിനകത്ത് ഇത് ഹാങ് ചെയ്ത് ഇരിക്കുമെന്ന് ഞാൻ എങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് തൂക്കണമെന്ന് എനിക്ക് ഒരു ഇതില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ആ ത്രെഡ് അങ്ങനെ മുറിച്ചിട്ട് ആ 2 ഡബിൾ ടേപ്പും സൈഡിൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടോ. അപ്പോൾ നല്ല കട്ടിക്കിരിക്കുന്നുണ്ട്. ഞാൻ അന്നേരവും ഓർക്കല്ല ഈ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ചാടിപ്പോരുമെന്ന്. അപ്പോൾ ശരിക്കും ആണി അടിച്ചിട്ട് വെക്കാനായിരുന്നു എൻ്റെ മനസ്സിലിട്ട്. പക്ഷേ എങ്കിലും എനിക്കിത് ഇന്നപ്പം തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ സമയം പോകും, എന്നാലും ഞാൻ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മണ്ടത്തിലാണ് കാണുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിടണ്ടേ, എവിടെന്നെങ്കിലും വാങ്ങിച്ച് ഡെക്കോറേറ്റ് ചെയ്യണമെങ്കിൽ ആണി അടിച്ചാൽ മതി ഗൈസ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നൂലുണ്ടല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന നൂല്, അതുപോലെ എന്തെങ്കിലും ഒരു നൂലിനകത്ത് ആ ചെടികൾ കോർത്തിട്ട് നമുക്ക് ആണി അടിച്ചിട്ട് 2-3 ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ആദ്യം തന്നെ പിടിപ്പിച്ച് ഓരോ 3 ലെയറായിട്ട് 3
ലെയറായിട്ട് മറ്റേ നൂല് ദേ ഇതുപോലെ അപ്പുറത്ത് മാറി ഇപ്പുറത്ത് മാറി അപ്പുറത്ത് മാറി ഒക്കെ ഒട്ടിച്ചു കൊടുക്കണ്ടേ. ഞാൻ ചെടി എടുത്ത് അങ്ങോട്ട് തൂക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടോ, ചെടി എടുത്ത് 2 തൂക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വെയിറ്റ് താങ്ങാത്തോണ്ട് ഇത് ചാടി താഴോട്ട് തൂങ്ങി നിൽക്കണം കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് മുകളിൽ തന്നെ നിൽക്കണം, അതായത് നേരെ നിൽക്കണം കേട്ടോ. പക്ഷേ എങ്കിലും ഞാനത് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും കൈസ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രംഗം കിട്ടുമോ എന്നറിയത്തില്ല, കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിയുടെ മുകളിലൊരു കമ്പുള്ളതുകൊണ്ട് ഇങ്ങനെ വളച്ച് വെക്കാം, പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. അപ്പം ഞാനിതുമ്മ ഓരോരോ നൂലല്ല കയറാണ് ഗൈസ്, അങ്ങനെ മെൻഷൻ ചെയ്യാം, ചെറിയൊരു കയറ്. അതിനകത്തേക്ക് കമ്പി ഇങ്ങനെ വളച്ചിട്ട് ഇതിങ്ങനെ കണ്ട ഇതുപോലെ ഇങ്ങനെ ഞാൻ വളച്ചിട്ട് വളക്കാനൊക്കെ വളരെ സിമ്പിളാണ്. വളച്ചിട്ട് വെറുതെ ജസ്റ്റ് ഹാങ് ചെയ്യും. അപ്പം എൻ്റെ മനസ്സിൽ ഇത് പെട്ടെന്ന് കഴിയും. ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പോൾ ആ നൂലൊന്നുകൂടി ടൈറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലത് ഫുള്ള് ഞാൻ ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തടപെടോ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീണു ഗൈസ്. ആ രംഗം ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും ഈ കളറും പെയിൻ്റ് അടിക്കണം എന്നുള്ള ബോധം കൂടി എനിക്ക് അന്നേരത്ത് ഉണ്ടായില്ല. ഈ പച്ചല കിട്ടിയപ്പോൾ അത്ര പച്ചലയല്ല. പിന്നെ കമൻറ്റിൽ വന്നപ്പോഴാണ് തൂക്കിയിട്ടതെന്നും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് പെയിൻറ്റ് അടിക്കാമെന്ന് ഓർത്തത്. ആക്ച്വലി എൻ്റെ കയ്യിലാണെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ഇരിപ്പുണ്ടായിരുന്നു, ഗ്രീൻ കളർ. ഇത് പുറത്ത് കൊണ്ടുപോയി പെയിൻറ്റ് അടിച്ചിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടായേനെ കേട്ടോ. പിന്നെ ഞാനിത് പെയിൻറ്റ് അടിച്ചിട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുമ്പോൾ തന്നെ തൂക്കിയിട്ടിട്ട് ഞാൻ പെയിൻറ്റ് അടിച്ചു. പക്ഷേ എങ്കിൽ ഇത് ഞാൻ കാലത്ത് തുടങ്ങിയിട്ട് രാത്രി 8 മണി 9 മണി വരേക്ക് ഇതുമ്പോൾ തന്നെ പണിതുകൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം ഇത് ചാടിപ്പോരും വെക്കും. അത് ഇത് ചെയ്തപ്പോഴല്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ രീതിയിൽ അത് ഫിക്സ് ചെയ്തു. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഈ നൂലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള സംഭവം ഇപ്പോൾ വീഴും ഗൈസ്, നോക്കിയിരുന്നോളൂ. ഇപ്പം തന്നെ വീഴും, ടപ്പോ ഇപ്പം തന്നെ വീഴാറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം ഞാൻ ഫുൾ തൂക്കി നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ട് ഇനി എങ്ങനെയെങ്കിലും പൊക്കി വെക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഏതോ ഒരു ഇല എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബാക്കോട്ട് പോയ സമയത്ത് തന്നെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഒരു നൂല് അവിടെ നിന്ന് വിട്ട് ആദ്യം പോകുന്നുണ്ടോ, കണ്ടോ, ഒരു നൂല് അവിടെ നിന്ന് വിട്ട് പോന്ന് ഇങ്ങനെ അതേ ചാഞ്ഞ് ദേ പോണ് അതേ കിടക്കണ ഗൈസ്. അപ്പോൾ അതപ്പം തന്നെ തവിടുപൊടിയായിട്ട് താഴെ കിടന്നുണ്ടായിരുന്നു. എൻ്റെ ഇത്രയും സമയം ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഗൈസ് ഇത് വെച്ചത്. എൻ്റെ പൊട്ടബുദ്ധിയല്ല, എനിക്ക് ഇത് വേണം, എനിക്കറിയാതെ പോകുമെന്ന്, എന്നാലും ഞാനത് ചെയ്തു. അങ്ങനെ ആ നൂലൊക്കെ പറിച്ച് കാട്ടി കളഞ്ഞിട്ടോ, അവിടെ നിന്ന് എടുത്ത് കാട്ടി കളഞ്ഞിട്ട് ഞാൻ വീണ്ടും വെക്കാൻ നോക്കി. വീണ്ടും ഞാൻ വെച്ച് നോക്കാം ഇരിക്കുമോ, എന്നാലും വെച്ച് നോക്കാന്നുള്ള രീതിയിൽ വീണ്ടൊക്കെ വെച്ച് നോക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ അവിടെ മാറ്റിയാണെങ്കിൽ അതിനിടയ്ക്ക് അവിടെ TV ഒക്കെ കണ്ട് നടപ്പുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് വരും, ടേപ്പ് വേണം, ഒട്ടിച്ച് വെച്ച ടേപ്പ് വേണം എന്നൊക്കെ ചോദിച്ചിട്ട് വരും കേട്ടോ. പിന്നെ അതൊക്കെ ഇളക്കി പറിച്ച് ഞാൻ താഴെ എടുത്തിട്ട് വീണ്ടും അടുത്ത ബുദ്ധി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ഇലകൾ എടുത്തിട്ട് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ഫിക്സ് ചെയ്യുക. അപ്പം എൻ്റെ മനസ്സിലെന്താ, ഇത് വിട്ട് പോരത്തില്ല, ഓരോന്നോരോന്ന് ഞാൻ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു സീനും ഉണ്ടാവില്ല, ഇത് ചാടി പോരൂല എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഞാൻ ഓരോരോ ഇലകൾ എടുത്തിട്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഓരോ ഇല വെക്കും, ഓരോന്നിനും 2 3 ടേപ്പ് വെച്ച് ഞാൻ വെക്കും. അതാണ് ആ ചുവന്ന കളറിൽ കാണുന്നത്. പക്ഷേങ്കിൽ ഇത് എൻ്റെ സന്തോഷം കണ്ടോ, എൻ്റെ വിചാരം ഇത് ഫുൾ ഫില്ലാക്കും, സെറ്റാവും, ഇളകി പോരില്ല എന്നുള്ള കഠിനമായ വിശ്വാസത്തിലാണ് ഞാൻ ചിരിച്ചുകൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചുവന്ന കളറുള്ള സാധനം ലാസ്റ്റ് റിമൂവ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ നിന്ന് പീൽ ചെയ്ത് കളഞ്ഞാൽ ചുവന്ന കളർ അവിടെ കാണത്തേയില്ല. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ക് നല്ല കട്ടിയുണ്ട്, ഈ കൊമ്പിന് നല്ല കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ചില തണ്ടിനൊക്കെ ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് ആ ടേപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും കുറേ ടേപ്പ് വെച്ചാലാണ് അത് ഇരിക്കത്തുള്ളൂ. അപ്പോൾ കുറേ ടേപ്പ് വെച്ച് കഴിയുമ്പോൾ അതിനൊരു അഭംഗി വരും. അപ്പോൾ ഇതിങ്ങനെ ആർച്ച് പോലെ വെക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ചുറ്റി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വെക്കൽ തുടങ്ങി ഗൈസ്. ഓരോന്നായിട്ട് വളച്ച് വെച്ചതൊക്കെ നിവർത്തി വളച്ചതൊക്കെ നിവർത്തണമല്ലോ, കൊമ്പ് നേരാക്കണമല്ലോ. അങ്ങനെ നിവർത്തി എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറ്റേ നൂലൊക്കെ അതിനകത്ത് കുടുങ്ങി കെട്ടുപിടിപ്പിരാൻ ഡബിൾ ടേപ്പ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത്. കാരണം ഇതിൻ്റെ മുകളിലൊരു സ്റ്റൂൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് പറിച്ച് വേഗം അതങ്ങോട്ട് ഫില്ല് ചെയ്ത് ഒട്ടിക്കാമല്ലോ. ഇവിടെ നിന്ന് വേഗം ടപ്പേന്ന് പണി കഴിക്കുമല്ലോ. അങ്ങനെ ഞാൻ നല്ല ഭംഗിയിൽ വേഗം സെറ്റാക്കിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ഇത് ആദ്യമായിരുന്നല്ലോ, വെറുതെ നൂല് കെട്ടുണ്ടായിരുന്നു, സമയം കളഞ്ഞല്ലോ എന്ന് ഓർത്തു. പക്ഷേ ഇങ്ങനെ ഞാൻ ഫുള്ള് സെറ്റാക്കി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. പക്ഷേ എങ്കിലും ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും പുടും എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ തുടങ്ങി കേട്ടോ. ആക്ച്വലി ഇത് മാത്രം വെച്ചപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുമ്പോൾ ആ പൈൻ കോൺസ് കൊണ്ടുപോയി കുത്തിക്കയറ്റി വെച്ചു എല്ലാവരും. അപ്പോഴാണ് ചാടി പോരാൻ തുടങ്ങി. അന്നേരത്തേക്കും ടപ്പേ ഒരു ദിവസം ഇരുന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും ഇതിനകത്തുനിന്നൊരു കാവാകെ ഇളകി പറഞ്ഞ് പോന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഇതായി. ഇപ്പോൾ ഞാൻ ഇതുമ്പോൾ സ്ഥിരം പണിയേണ്ടി വരുന്നത് എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പണിയേണ്ടി വരുന്നത് മനസ്സിലായി. ഞാൻ പൈൻ കോൺ കാണിച്ചു തരാം. ഇത് മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. വാവ്, സെറ്റായി, ഏട്ടൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കണം. പിന്നെ
പിന്നെ ഈ കിടക്കണ പൈൻ കോണിനകത്ത് ഗോൾഡൻ കളർ മാത്രമാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. എല്ലാ ഗോൾഡൻ കളറും ഒരു 3/4 ഭാഗം ഗോൾഡൻ കളറും ഞാൻ എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ആ പൈൻ കോൺ നമ്മൾ ഉണ്ടാക്കിയാണ് ആർച്ചിൽ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചിട്ടോ. പിന്നെ ഈ പൈൻ കോണൊക്കെ എടുത്ത് നേരെ ഫിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി അതൊക്കെ ഫിറ്റ് ചെയ്ത് ഇടിച്ചൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ ആദ്യം കാണിച്ചത് ആ ഒരു മഞ്ഞ കളറിലെ കയറില്ലേ, ആ കയറിൽ ഇത് മുഴുവൻ അങ്ങോട്ട് ഞാൻ കോർത്ത്, മുല്ലപ്പൂ കോർക്കണോ അല്ല കോർത്ത് ആർച്ച് പോലെ ആക്കിയില്ല, ഒരു എൽ ഷേപ്പിൽ, മുകളിൽ നിന്ന് എൽ ഷേപ്പിൽ ഞാൻ ഫുള്ളും ഫില്ല് ചെയ്ത് ഒരു 3 ആണി അടിച്ചിട്ട് ഫിക്സ് ചെയ്തു. ഏട്ടനെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഞാനത് മുഴുവൻ ഫിക്സ് ചെയ്ത് മുകളിൽ കുറച്ച് ഗ്രീൻ കളറും കൊടുത്തപ്പോൾ അത് ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ. ഇത് പിന്നെ അനങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഹോം ടൂർ നമുക്ക് ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ ഇത്രയും ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻസും ഇടുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൈൻ വെച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ.